അരിശുപറി ചോദിച്ചു, ആരാ വിളിക്കുന്നത്? ഞാൻ പറഞ്ഞു, രോഗിയുടെ കാര്യം പറയാൻ വേണ്ടിയാണ്. ആരാന്ന് പറയാം. ഡോക്ടർ റോബോട്ടൊന്നുമല്ല, മറ്റേ മാംസമുള്ള ആളാണ്. പകൽ മുഴുവൻ പണിത് തടന്നു കിടക്കുക, ശല്യപ്പെടുത്താൻ വിളിക്കല്. നാളെ രാവിലെ വിളിച്ചാൽ പോരെ, അത്യാവശ്യമായിട്ട്. പിന്നെ എന്തോ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ആരാ സംസാരിക്കുന്നത്? അതെന്നാ വിവരങ്ങളുടെ ചോദ്യമാണ്. രാത്രി 10:00 ഡോക്ടറുടെ മുറിയിലും പെമ്പർത്തോത്തില്ലാതെ വേറെ വല്ല പെണ്ണുങ്ങളാണ് വിളിക്കുന്നത് ചോദിച്ചു. ആവപ്പാടെ ഒന്നും പറ്റുന്നില്ല. അവസാനം ഞാൻ ചോദിച്ചു, പേര് എന്നതാ? പേര് ശാന്തമ്മ. എന്നാത്തിനാ ചോദിക്കുന്നതെന്ന് ചോദിച്ചു. എന്നാ ശാന്തമാണെന്ന് ഓർക്കണം, ലോകമായ യുദ്ധം വരെ വർത്തമാനം. പേര് ശാന്തമ്മ. ഇടുന്ന പേര് ഷെയ്പെന്നവൻ ബന്ധം വേണമെന്നില്ല. ദൈവത്തിന് പേരിട്ടാൽ പേര് പോലെ പെരുമാറ്റം, പേര് പോലെ ഷെയ്പ്പ്. ഞാൻ മൂന്നാറിൽ ടാറ്റാശ്ശേരിയിലെ 400 തമിഴന്മാരെ ധ്യാനിപ്പിക്കുമായിരുന്നു. എഴുതാനും വായിക്കാനും പറ്റിയല്ല, അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. 3 സന്ധ്യകളിൽ, 3ാമത്തെ സന്ധ്യയിൽ ധ്യാനം കഴിഞ്ഞ് ഒരു കരിക്കട്ട പോലെ കറുത്ത ഒരു തമിഴൻ വെള്ളം മുണ്ടും വെള്ളഷർട്ടും ധരിച്ച് എൻ്റെ അടുക്ക് വന്നു. തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കാവോ? ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, പവർക്കെട്ട് പോലെ കറുത്ത മനുഷ്യനാണ്. ഞാൻ ചോദിച്ചു, സഹോദരൻ്റെ പേരെന്നാ? അവൻ പറഞ്ഞു, വെള്ളച്ചാമി. നല്ല പേരാണ്, ഇരുട്ട് പോലെ ഇരിക്കുന്നത്, വെള്ളച്ചാമി. ഇടുന്ന പേര് ഷേപ്പിൽ തമ്മിൽ ബന്ധം വേണമെന്നില്ല. പക്ഷെ ദൈവത്തിന് പേര് കൊടുത്തോ, പേര് പോലെ സ്വഭാവം, പേര് പോലെ പെരുമാറ്റം, പേര് പോലെ കരുതൽ. ഞാൻ ഒരു പള്ളിപ്പെരുന്നാളിന് പ്രസംഗിക്കാൻ ചെന്നു. അപ്പം തിരുനാൾ നടത്തുന്ന പ്രസിഡന്റിൻ്റെ വീട്ടിൽ 4 മണിക്ക് ചായ കുടിക്കാൻ ചെന്നതാണ്. ഈ മനുഷ്യൻ ഇലക്ട്രിക്കൽ സാധനം വിൽക്കുന്ന ഒരു വലിയ കടയുടെ ഉടമസ്ഥന് ആ വർഷം തിരുനാൾ നടത്തുന്നു. 3 പെൺമക്കളുണ്ട്. ഭാര്യ നിറവേറോടെ നിൽക്കുന്നു. തിരുനാളിൻ്റെ പ്രദക്ഷിണമാണോ അവിടെ പ്രസവമാണോ ആദ്യമൊന്നും പറയാൻ മേല, ആ പരുവത്തിൽ നിൽക്കുക. ഈ മനുഷ്യൻ കടയെ കൊണ്ട് വിൽക്കാനുള്ള വയറിങ്ങിനുള്ള വയർ റോളായിട്ട് വരാൻ്റെ ചുരുട്ടി വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഓരോ കുഞ്ഞും ജനിച്ചപ്പോൾ കട പച്ച പിടിച്ചു. അതുകൊണ്ട് കടയിലെ സാധനങ്ങളുടെ പേരാ മക്കൾക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. മൂത്ത പെണ്ണിൻ്റെ പേര് സ്വിച്ചി, 2ാമത്തത് ബൾബി, 3ാമത്തെ ട്യൂബി. സ്വിച്ചി, ബൾബി, ട്യൂബി. ഇനി ഒരു ആൺകുഞ്ഞിനെ പ്രതീക്ഷിച്ചിരിക്കുക. ഞാൻ പറഞ്ഞു, അഥവാ പെണ്ണാണെങ്കിൽ നമുക്ക് ഈ പേരിടാം, വയറി. അല്ല, 1ാമതിനും പേര് ചേർന്ന് പോകുന്ന പേര്. ആ ദൈവത്തിന് പേര് കൊടുത്തു. അവൻ കരുണാവാരിധിയും സ്നേഹനിധിയുമാണ്. ഈ സ്നേഹത്തിൻ്റെ 5 പ്രത്യേകതകളുണ്ട്. അത് കാണുമ്പോൾ മണിക്കൂറുകൾ പൂർത്തിയാകുന്നു. 1ാം ഭാഗം, ദൈവസ്നേഹത്തിൻ്റെ 5 പ്രത്യേകതകൾ. 1, സ്ഥിരമായ സ്നേഹം, അചഞ്ചലമായ സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹം സ്ഥിരമാണ്. യെശയ്യാ 54, 10, 11 വാക്യങ്ങൾ. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എൻ്റെ അചഞ്ചലമായ സ്നേഹം ഒരിക്കലും പോവുകയില്ല. ലോകത്ത് എവിടെയെല്ലാം ഇളക്കമില്ലാത്ത അചഞ്ചലമായ സ്നേഹം കാണുന്നു, ദൈവസ്നേഹത്തിൻ്റെ അടയാളം. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവധിയെടുത്ത് കൂടെ ഇരുന്ന് ശുശ്രൂഷിക്കുന്ന അമ്മാപ്പൻ മലകളിളകിയാലും കുന്നുകൾ മാറ്റപ്പെട്ടാലും മാറാത്ത ദൈവസ്നേഹത്തിൻ്റെ ഒരു പ്രതീകം. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് എടുത്തിട്ട് ഇടവക മുടിയൂർക്കര പള്ളി അവിടെ ധ്യാനിപ്പിച്ചപ്പോൾ ഡോക്ടർമാർ ക്വാർട്ടേഴ്സ് വെഞ്ചരിപ്പിക്കാൻ എന്നെ വിളിച്ചു. 13ാം നമ്പർ വീട്ടിൽ ചെന്നപ്പോൾ പ്രശസ്തയായ ലേഡി ഡോക്ടർ 3 വർഷമായി നീണ്ട അവധിയില്ല. ഭർത്താവ് പേരുകേട്ട എഞ്ചിനീയർ. വീടിൻ്റെ മതിലിന് മുകളിൽ കമ്മ്യൂണിസ്റ്റ് പച്ചയും കാട്ടുവെള്ളിയും പടന്നു കയറിയപ്പോൾ മേശപ്പുറത്ത് ഒരു സ്റ്റൂളിട്ടിട്ട് സ്റ്റൂളെ കയറി നിന്ന് വെട്ടിപ്പോയതാണ്. വെട്ടിപ്പോയപ്പോൾ കാല് തെറ്റി താഴെ വീണു, പെടലി ഒടിഞ്ഞു കിടക്കുക. ഈ സ്ത്രീ ട്യൂബിലൂടെ പാലും ജ്യൂസും പഴച്ചാറും പകർന്നു കൊടുക്കുന്നു. തുണി മുക്കി വെള്ളത്തിൽ മുക്കിയിട്ട് തുടച്ചു കൊടുക്കുന്നു. ഞാൻ ചോദിച്ചു, ഡോക്ടർ എത്ര നാൾ ഇങ്ങനെ? ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ കാവലിന് എൻ്റെ ദൈവം തന്നതാണെങ്കിൽ ദൈവം തീരുമാനിക്കുന്ന നാൾ വരെ ഇങ്ങനെ. മലകളകന്നാലും കുന്നുകൾ മാറിയാലും മാറാത്ത സ്നേഹത്തിൻ്റെ ഭൂമിയിലെ 100 ഉദാഹരണങ്ങളിൽ ഒരെണ്ണം. ഞാൻ അച്ഛനായി ആദ്യം ഒരു വലിയ ഫൊറോന പള്ളിയിൽ അസിസ്റ്റൻ്റ് വികാരിയായിട്ട് ഇടവക ഭരണം പരിശീലിച്ചു 1 വർഷം. ഒരു ദിവസം വികാരിച്ചൻ അവിടെ ഇല്ല. ഞാൻ 1ാം നിലയിലെ മുറിയിരുന്ന് കമ്പ്യൂട്ടർ നോക്കിക്കൊണ്ടിരിക്കുക. രാത്രി 9:30 ആരോ കോളിംഗ് ബെൽ അടിച്ചു. ഞാൻ ചെയ്ത് നോക്കുമ്പോൾ ഇടവകയിലെ
അറിയപ്പെടുന്ന കള്ളുകുടിയനായ പാപ്പച്ചൻ ചേട്ടൻ ഉടുമുണ്ട് ഒരുവിധം പൊത്തിപ്പിടിച്ച് വലത് കൈയിൽ കപ്പളത്തിൻ്റെ പന്തമായിട്ട് നിന്ന് ആടുക. ഞാൻ ചോദിച്ചു, എന്നാ പാപ്പൻ ചേട്ടാ? അദ്ദേഹം പറഞ്ഞു, അച്ഛൻ എൻ്റെ വീട്ടിൽ വരെ വരണം. കുടിച്ചിട്ട് എന്നാൽ പെപ്പണ്ണോത്തി പെരക്കകത്ത് കയറ്റിയല്ല, അവൾക്ക് അച്ഛനോട് ലോകമാണല്ലോ. അച്ഛൻ വന്ന് അപ്പീൽ കൊടുത്താൽ അവൾ കയറ്റി വിട്ടേക്കും. ഇയാൾ പന്തമായിട്ട് മുമ്പിൽ, ഞാൻ പുറകെ നടന്നു. 15 മിനിറ്റ് കഴിഞ്ഞു വീടിൻ്റെ വാതിൽക്ക് ചെന്നു. ചിലപ്പോൾ മനസ്സിലായി രംഗം ഒട്ടും പന്തിയല്ല. പ്രിയതമ ഇട്ടിരിക്കുന്ന നൈറ്റി സകലമാന അതിർത്തിയിൽ ലംഘിച്ച് പൊക്കിക്കുത്തി വലിയ ചെലവയും കരക്കത്തിയായിട്ട് പത്തിരകാലിക്ക് പ്രാന്തി പിടിച്ചതുപോലെ ഉറഞ്ഞു തുള്ളുക. ഇവളെ കണ്ടപാടെ ഇയാൾ പുറകോട്ട് മാറി ഞാൻ മുമ്പോട്ട് കയറി. ആ സ്ത്രീ ചോദിച്ചു, എന്നാ ജോസഫ് വെച്ച രാത്രി 9:45 ഇതിലൂടെയൊക്കെ? ചോദ്യം കേട്ടപാടെ സകലമാന ആഫീസും പൂട്ടിപ്പോയി. നമ്മൾ പെങ്ങളെ വിവാഹം കുതാശയാണല്ലോ. ശിരസായ മിശിഹ ഉടലായ സഭയെ സ്നേഹിച്ചതുപോലെ ശിരസായ ഭർത്താവ് ഉടലായ ഭാര്യയെ സ്നേഹിക്കണം. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ശിരസായ മിശിഹ തറയെ കിടന്ന് എഴുതുക. രണ്ടാം ഭാഗത്ത് പറഞ്ഞു, ഉടലായ സഭ ശിരസായ മിശിഹായോട് വിധേയത്വം കാണിച്ചതുപോലെ ഉടലായ ഭാര്യ ശിരസായ ഭർത്താവിനോട് വിധേയത്വം കാണിക്കണം. ആ സ്ത്രീ പറഞ്ഞു, അച്ഛൻ്റെ പ്രസംഗം കേൾക്കാൻ നാട്ടുകാർക്ക് ഇഷ്ടമാണ്. രാത്രി ഇവിടെ വെച്ച് വേണ്ട, പള്ളി വെച്ച് കേട്ടോളാം. കത്തി താഴെയിട്ടു, ചിലവ് ദൂരെയിട്ടു, നൈറ്റി കയറിത്തോട്ടിട്ടു. വാതിൽ തള്ളി തുറന്നിട്ട് പറഞ്ഞു, കയറ്റി വിടാതിരിക്കാൻ പറ്റുമോ അച്ഛ? താലി കെട്ടിയ മനുഷ്യനല്ലേ, സ്നേഹിച്ചു പോയില്ലേ? ആദ്യം പറയും മോന്ത ചെലവിക്കും മാന്തും, പെടലി കത്തിക്കും കണ്ടിക്കും. അവസാനം പറയും കയറ്റി വിടാതിരിക്കാൻ പറ്റുമോ അച്ഛ? താലി കെട്ടിയ മനുഷ്യനല്ലേ, സ്നേഹിച്ചു പോയില്ലേ? മലകളകന്നാലും കുന്നുകൾ മാറിയാലും മാറാത്ത ദൈവസ്നേഹത്തിൻ്റെ ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ ഈ ലോകത്തിൽ നമ്മൾ കാണുന്നു, നമ്മൾ കണ്ടെത്തുന്നു. 2